ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ട്രെൻഡിങ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, മഖാന പായസം. ഇതിന് ലോട്ടസ് സീഡ് എന്നും ഫോക്സ് സീഡ് എന്നൊക്കെ പറയും. അപ്പോൾ മഖാന പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മഖാനയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം. ഇത് കാണാൻ നമ്മുടെ പോപ്കോൺ പോലെയാണ്, ടേസ്റ്റും അതുപോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഒരുപാട് പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ആൻറ്റി ഏജിങ് സീഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ മഖാന പായസം തയ്യാറാക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്. ഞാനിവിടെ പാൽ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് സാബൂൻ അരിയാണ്. ഞാനിതിവിടെ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് കാഷ്യൂസും ബദാമും പിന്നെ കുറച്ച് കിസ്മിസ് ഞാനിവിടെ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് പിന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഒരുപാട് പെസ്റ്റിസൈഡ്സ് അടിച്ച് വരുന്നത് കാരണം കിസ്മിസ് എപ്പോഴും നമ്മൾ കഴുകി വേണം യൂസ് ചെയ്യാൻ. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും നെയ്യുമാണ്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പായസം തയ്യാറാക്കാം. ആദ്യം നമുക്ക് മഖാന ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ഞാനൊരു പാൻ എടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് മഖാന അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മഖാന നന്നായി റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ അതൊരു ക്രഞ്ചി ടേസ്റ്റ് ആവും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് മഖാന ഞാനിവിടെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാനാണ് കേട്ടോ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ആൽമണ്ട്സും കുറച്ച് കാഷ്യൂസും കൂടെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ മഖാനയുടെ കൂടെ തന്നെ ഇതും കൂടെ ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ റോസ്റ്റ് ചെയ്ത ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലൊന്ന് ചൂടായി വരുമ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ച മഖാന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പായസം ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള മഖാനയുടെയും കാഷ്യൂവിൻ്റെയും ആൽമണ്ടിൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും കൊടുങ്ങാതെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് സാബൂൻ അരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി ഈ പാലിൽ കിടന്ന് സാബൂൻ അരി നന്നായി ഒന്ന് കുക്കായി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുന്നത് കാരണം പഞ്ചസാരയുടെ അളവ് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സാബൂൻ അരി വേവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഫൈനലി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പായസം നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പോൾ സാബൂൻ അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സും കിസ്മിസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നട്ട്സും ആൽമണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ആൽമണ്ടും നട്ട്സൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് നമ്മുടെ പായസത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മഖാന പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. മഖാന ഇന്ന് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. അങ്ങനെ കിട്ടാത്തവർക്ക് ഓൺലൈൻ ഡെലിവറി ആപ്പ് വഴിയും ഇത് ലഭ്യമാണ്. അപ്പോൾ എന്നെപ്പോലെ ഫുഡിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.